ഹലോ ഫ്രണ്ട്സ്, മഴതോരു മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും അലീനെ വലിച്ചു പിടിച്ചും കൊണ്ട് വെളിയിലേക്ക് ഹാളിലേക്ക് കൊണ്ടുവരുവാട്ടോ വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, എടി സത്യം പറഞ്ഞോ, നിനക്ക് ഈ മോതിരം അതിനകത്ത് നിന്ന് എവിടെ നിന്ന് കിട്ടി? പറ, എവിടെ നിന്ന് കിട്ടി? നീ ഇപ്പം സത്യം പറഞ്ഞോളാം, വീണ്ടും പറയാട്ടോ. അപ്പോൾ അലീന പറഞ്ഞിട്ട്, എനിക്കറിയില്ല. പിന്നെ നിൻ്റെ കയ്യിലുള്ള ഈ പൈസ എവിടുന്നാ? അത് എൻ്റെ പൈസയല്ലേ. നിൻ്റെ പൈസയാണെങ്കിൽ നിൻ്റെ ബാഗിലല്ലേ വെക്കേണ്ടത്. പക്ഷേ ഇതെനിക്ക് എവിടുന്നാണ് കിട്ടിയത്? നിൻ്റെ ആ മമ്മി എന്ന് പറയുന്ന ഒരാളുടെ ഫോട്ടോ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നില്ലേ, അതിൻ്റെ പുറകിൽ നീ തിരികെ വെച്ചിരുന്നില്ലേ? അപ്പം തന്നെ എന്തോ കള്ളത്തരമുണ്ട്. സത്യസന്ധമായിട്ടാണെങ്കിൽ സ്വന്തം ബാഗിൽ തന്നെ വെക്കില്ലേ? അതെൻ്റെ മമ്മി തന്ന പൈസയാണ്, അതുകൊണ്ടാണ് ഞാൻ മമ്മിയുടെ ഫോട്ടോയുടെ ഇടയിൽ തന്നെ വെച്ചിരുന്നത് എന്ന് പറയാം. മതിയടി, നിൻ്റെ ഓവർ സ്നേഹവും ഭക്തിയും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ ബാലേന്ദ്ര, മര്യാദയ്ക്ക് ചോദിക്കുന്നുണ്ടോ ഇവളോട് ഈ മോതിരം എവിടുന്നാണ് കിട്ടിയെന്ന്? അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനെ സത്യം പറ, ഈ മോതിരം നീ കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? സത്യമായിട്ടും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ആരുടെ കയ്യിലും വാങ്ങിച്ചിട്ടുമില്ല, എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രോഹിത് അവിടെ നിന്നിട്ട് പറയാം, അവളോട് ചോദിക്കണ്ട അമ്മേ, അവൾ പറയില്ല, അവൾക്കത് പറയാൻ പറ്റില്ല. അതെന്താണ് കാര്യം? അല്ല, അവൾക്ക് ഇവിടുത്തെ കൊല്ലപ്പള്ളിയിലെ ഹരി കൊടുത്തതാ. ഹരിയോ? ആ, കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ടേ ഇവളും അവനും തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നേ തുടങ്ങിയ ബന്ധമാണ്. പിന്നെ ഇവിടെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, എവളെ കാണാനാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ 2 ദിവസത്തിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഹരി, അവൻ്റെ കയ്യിൽ ഈ മോതിരം ഉണ്ടായിരുന്നു. അവൻ എന്നെ കാണിച്ചതാ, അലീനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണ മോതിരം വാങ്ങിച്ചിടാന്ന് എന്നെ കാണിക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ അവൾക്കത് കൊടുക്കുകയും ചെയ്തു, അവളത് വാങ്ങുകയും ചെയ്തു. വാങ്ങിയിട്ട് ബാഗിൽ വെച്ചതാ. എന്നിട്ടാ ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ കള്ളം പറയുന്നത്. അത് ശരി, അലീനയാണെങ്കിൽ അന്തം വിട്ടു പോയിട്ടോ, ഇങ്ങനെയൊക്കെ ഒരു കഥ ഉണ്ടാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പോൾ അലീന പറയാം, ഇല്ല, ഇതൊക്കെ സത്യമല്ല, കള്ളമാണ്, എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നതാ, ഇതൊന്നുമല്ല സത്യം. മതിയടി മതി, ഇനി നീ ഒന്നും പറയണ്ട. പറയടാ, ബാക്കി എന്താ നിനക്ക് പറയാനുള്ളത്? അല്ല, ഇതൊക്കെ തന്നെ പറയാനുള്ളത്, എനിക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല, അവൻ പറഞ്ഞത് മാത്രമേ എനിക്കും അറിയത്തുള്ളൂ. ശരി, ഇപ്പോൾ ഏകദേശം ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവള് അവളുടെ സ്വഭാവം പുറത്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കന്മാരെ എല്ലാം കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹരിയുമായിട്ട് അവിടെ വെച്ച് എന്തോ ഒരു ബന്ധമുണ്ട്, അവൻ പറയണ കേട്ടില്ലേ? അവൻ പറയുന്നില്ല അപ്പുറം ഇതിലെന്താ? പറയടി, ഇപ്പോൾ രോഹിത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല, ഒരു സത്യമില്ല. പിന്നെ എന്തിനാ അവൻ അങ്ങനെ പറഞ്ഞത്? ഹരിയെങ്കിൽ അവനോട് വന്ന് ഇതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതെനിക്കറിയില്ല, അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എടി, നീ എന്തു പറഞ്ഞു? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടി, ഇവിടെയുള്ള ചെറുക്കന്മാരെയൊന്നും കണ്ണും കൈയും കാണിച്ച് വളച്ചെടുക്കരുതെന്ന്. എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് അലീന വീണ്ടും വീണ്ടും പറയാട്ടോ. അവസാനം ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇനി ഇവിടെ നിർത്തുന്നതും ശരിയില്ല, ഞാൻ അന്നേ പറഞ്ഞതാ ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തരുത്, കുടുംബത്തിന് ചീത്തപ്പേര് ഉണ്ടാക്കുമെന്ന്. അവസാനം ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഒന്ന് നിർത്തി വൈജേ, ആ കുട്ടിക്ക് പറയാനുള്ളത് കൊണ്ട് കേൾക്കട്ടെ. ഇനി എന്ത് പറയാനാ? രോഹിത് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയും അവൾ പറയുന്ന കള്ളത്തരമൊക്കെ വിശ്വസിക്കാനാണോ ഭാവം? അതല്ല, എന്താ അലീനയ്ക്ക് പറയാനുള്ളത്? ഞാനിത് കണ്ടിട്ടില്ല, ഈ മോതിരം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ രോഹിത് പറഞ്ഞതുപോലെ കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് എന്നെ ഈ ഹരി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മോശമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ തടയുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് ഇവിടെ വരുമ്പോഴും എന്നെ പലതവണ ഇവിടെ വന്ന് ശല്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വാണിംഗ് കൊടുത്തിരുന്നു. ഈ മോതിരം അയാൾ എന്നെ കാണിച്ചിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇട്ട് തരുമെന്നും ഇത് വാങ്ങണമെന്നും ഒക്കെ എന്നോട് പറഞ്ഞു. രാത്രി മുറിയിലേക്ക് വരും എന്നെല്ലാം പറഞ്ഞു. അതിന് ഞാൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്തരക്കാരിയല്ല, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണവും സ്വർണവും ഒക്കെ വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നെ കണ്ടോ അവളിപ്പോൾ പറയുന്ന കേട്ടില്ലേ? എടി, അവൻ നിൻ്റെ മുറിയിലേക്ക് വന്നില്ലേ? ഞാൻ അന്ന് നിന്നോട് ചോദിച്ചതില്ലേ മുറിയിൽ നിന്ന് അവൻ എന്തിനാണ് ഇറങ്ങിപ്പോയെന്ന്? അന്ന് നീ മിണ്ടിയോ? ഞാൻ അന്നൊന്നും പറഞ്ഞില്ല. അത് പറയാതെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതുമാത്രമല്ല, നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെ മകനല്ലേ, അവനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് മോശമായിട്ട് കള്ളം പറയണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആരാവും? അതുകൊണ്ടാണ് പിന്നെ ഈ വീട്ടിൽ ചില പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ച് മാത്രമാണ് ഞാനിതൊന്നും വെളിയിൽ പറയാതിരുന്നത്. അത് ശരി, കള്ളി എല്ലാം പിടിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു അടവല്ലേ? ഇല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നതാണ് സത്യം. പിന്നെ എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് അലീന ബോൾഡായിട്ട് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയാം, ഒരു കാര്യം ചെയ്യും, അലീന മുറിയിലേക്ക് പോക്കോ. അങ്ങനെ അലീന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നിട്ട് ബ്രിജാമ്മയുടെ ഫോട്ടോ എടുത്തു വെച്ച് അങ്ങോട്ട് കരഞ്ഞ് സങ്കടം പറയാട്ടോ. എന്തിനാ അമ്മേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? പെറ്റമ്മയല്ലേ, സ്നേഹം കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ബ്രിജിതാമ്മയുടെ ആത്മാവ് പോലെ അലീനയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കാതെ, നിനക്ക് എന്ത് വിഷമമുണ്ടായാലും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അതൊരു ധൈര്യം കൊടുക്കുക. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ അവിടെ നിന്ന് സംസാരിക്കണേ? നീ ആരോടാ നീ സംസാരിക്കണേ? മുത്തശ്ശി, എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണെന്ന്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എനിക്കറിയാം മോളെ, നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന്. പിന്നെ ഈ വൈജയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പോകെ മാറിക്കോളും മോളെ. ഇല്ല മുത്തശ്ശി, അവർക്ക് ഞാൻ വന്ന സമയം മുതൽ എന്നെ ഇഷ്ടമല്ല, എന്നോട് ദേഷ്യമാണ്. മാത്രമല്ല വീട്ടിലൊരു ജോലിക്കാരിയെ കൊണ്ടുവരുമ്പോൾ വീട്ടിലെ ഭർത്താവും ഭാര്യയും ഒക്കെ ആലോചിച്ച് കണ്ടു വേണം കൊണ്ടുവരാൻ. പക്ഷേ എന്നെ കൊണ്ടുവന്നപ്പോൾ ഇവർ കൂടെ ഇല്ലായിരുന്നല്ലോ. പിന്നെ അവിടുത്തെ സാറാണല്ലോ കൂടെ വന്നത്. ഇത് സാറിനൊരു തെറ്റ് പറ്റിയെന്ന് മാത്രമായിരിക്കും ഇപ്പോൾ അവർക്ക് വിചാരിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്ന സമയത്ത് എല്ലാവരും മുറിയിലേക്ക് കയറി പോകുമ്പോൾ വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവളുടെ സ്വഭാവം. ഇതാണ് കൊല്ലപ്പള്ളിയിൽ വെച്ച് ആ ഹരിയുമായിട്ട് ഇവൾക്ക് എന്തോ ബന്ധമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അവിടെ വെച്ച് എങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തായിരിക്കും? അവിടെ ഒന്നുമില്ലെങ്കിലും ആളുകളുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ലല്ലോ. ഞങ്ങൾ ജോലിക്ക് പോകുന്നു, പിള്ളേർ സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നു. അപ്പോൾ ഇവൻ വന്ന് ഇവിടെ എന്തൊക്കെ പരിപാടിയായി, ഇനിയിപ്പോൾ എന്തിനൊക്കെ സമാധാനം നമ്മൾ പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരും കേട്ടോ. ബാലചന്ദ്രൻ പറയാം, നീ അലീനെ മാത്രം കുറ്റം പറയരുത്. ഇതിനെ കുറ്റം പറയുവാണെങ്കിൽ ഹരിയെയും കുറ്റം പറയണം. കാരണം അവൻ എന്തിനിവിടെ വന്നു? അവന് തോന്നിയ മാസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇത്? ദേ ബാലചന്ദ്ര, അവനെ വെറുതെ പറയരുത്. ഇതൊക്കെ അവൻ ചിലപ്പോൾ ഒരു കുട്ടിക്കളിയായിട്ടോ തമാശയായിട്ടോ ആയിരിക്കും എടുത്തിരിക്കുന്നത്. ഓ തമാശ, ഇതാണോ ഈ തമാശ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2 പെൺപിള്ളേരുണ്ട്, നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കണമല്ലോ. അവനെ ഈ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളാമോ? അയ്യോ എൻ്റെ ബാലചന്ദ്ര, അങ്ങനെ വിചാരിക്കരുതേ. അവൻ്റെ കൂടപ്പുറവുകളല്ലേ ഇവിടെ നിൽക്കുന്നത്. ഇവളുടെ തൊലി വെളുപ്പുകൊണ്ട് കണ്ണും കൈയും കാണിച്ചിട്ട് അവൻ അങ്ങനെ ആക്കിയതാണ് എനിക്ക് തോന്നണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന 2 പെൺകുട്ടികൾക്കും ഇത്തിരി തൊലി വെളുപ്പൊക്കെ ഉണ്ട്. ഉടനെ അവനെ മയക്കി എടുക്കുമോ? ഇങ്ങനെയാണെങ്കിലേ ഇവൻ്റെ സ്വഭാവം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനായിരിക്കും ഇതിന് തുടക്കം. അതുമാത്രമല്ല, അവനെ ഇനി ഇതിനകത്ത് വിശ്വസിച്ച് എങ്ങനെയാണ് കയറ്റുക? പിന്നെ നാളൊരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് എൻ്റെ മുറപ്പെണ്ണല്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? പറ. അങ്ങനൊരു സംവിധാനം നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടക്കുന്നില്ലേ? ബാലചന്ദ്രൻ അങ്ങനെ പറയല്ലേ. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. ചെയ്യില്ലേ അത് പിന്നത്തെ കാര്യം. പിന്നെ ഒരു പക്ഷേ അങ്ങനെ എങ്ങനെയാണെങ്കിൽ അവരെ പിടിച്ചങ്ങ് കെട്ടിച്ചു കൊടുക്കും, അത്രയേ ഉള്ളൂ എന്ന് വൈജ പറയുക. ആ അത് ശരി, അപ്പോൾ സ്വന്തം മക്കളാകുമ്പോഴത്തേക്കും എന്തു ആവാന്നല്ലേ? ഡബിൾ സ്റ്റാൻഡേർഡിൽ നിൽക്കല്ലേ വൈജെ എന്നിങ്ങനെ പറയണട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഇവളെ ഇനി ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല. ഞാൻ നിർത്തില്ല. ഇനി എന്തിനൊക്കെ സമാധാനം പറയണാവോ? അന്ന് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇത് ശരിയാവത്തില്ലെന്ന്. അതൊക്കെ പോട്ടെ, ഇത് ഇനി ഗോൾഡ് ആണോ എന്ന് ആർക്കറിയാം? ആ ഗോൾഡ് ആയാലും അല്ലെങ്കിലും എന്തായാലും അവൻ അവൾക്ക് കൊടുത്തല്ലോ, അവളത് വാങ്ങുകയും ചെയ്തല്ലോ. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? ആദ്യം ഇത് സ്വർണ്ണമാണോ നോക്കട്ടെ, എന്നിട്ട് നോക്കാം. പിന്നെ ഹരിയെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാം. വേണ്ട, ഇപ്പം എന്തായാലും അവനെ വിളിക്കണ്ട എന്നവർ തീരുമാനിക്കട്ടോ. എന്നിട്ട് ചാടി തുമ്മിച്ച് നേരെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് അലീനോട് പറയാം, നിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ നീ പാക്ക് ചെയ്തോ, മതി ഇവിടുത്തെ സേവനം. ഞാനേ അമ്മയ്ക്ക് വേണ്ടി വേറൊരാളെ നോക്കിക്കോളാം. ഇനി ഇങ്ങനെ നീ ഇവിടെ നിൽക്കണ്ട, നീ ഇറങ്ങിപ്പോക്കോ. നിന്നെ ഞങ്ങൾ പറഞ്ഞു വിടുക, നീ എവിടെ വേണമെന്ന് വെച്ചാൽ നോക്കിക്കോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ പോക്കോ എന്ന് പറയാം. അലീന തകർന്നു പോയിട്ടോ, പാപം. എവിടെ ചെന്ന് കയറാൻ ആരോരുമില്ല. അലീനയ്ക്ക് നല്ല വിഷമമുണ്ട്. മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനായിട്ട് നിങ്ങൾക്കൊരു നാണക്കേടും വരുത്തി വെക്കില്ല. ഓ മതിയടി മതി, ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ ഇനി നീ ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. ദേ വൈജെ, നീ എന്തൊക്കെയാടി പറയണത്? ഈ കൊച്ചിനെ പറഞ്ഞു വിടാനോ പോകുന്നത് എന്ന് മുത്തശ്ശി. അന്നേ അമ്മ ഒരു കാര്യം തീരുമാനിച്ചോ, ഇവൾക്ക് വേണ്ടി ഇനി സപ്പോർട്ടും വക്കാലത്തും പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ഹരി ഇവളും കൂടെ ചെയ്തു വെച്ച പണികളൊക്കെ ഇപ്പോൾ അറിഞ്ഞല്ലോ അല്ലേ? എൻ്റെ പൊന്നു വൈജെ, അവൻ ആളത്ര ശരിയല്ല. അവൻ 2-3 പ്രാവശ്യം ഇവിടെ വന്നിരുന്നു നിങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത്. എന്നിട്ട് 1-2 തവണ ഈ മുറിയിലും അവൻ കയറി. ഒരു ദിവസം ഇതിനകത്ത് അലീന ഇല്ലാത്ത സമയത്ത് അവളുടെ ബാഗിനകത്ത് കൈയിടുന്നത് ഞാൻ കണ്ടതാ. അവനെങ്ങാനും കൊണ്ടുവച്ചതാണെന്ന് എങ്ങനെ അറിയാം? അമ്മ അവൾക്ക് സപ്പോർട്ടേ പറയുള്ളൂ. അതുകൊണ്ട് അമ്മ അവിടെ മിണ്ടാതിരുന്നു. അമ്മയ്ക്ക് ഇനി ഈ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വേറെ ജോലിക്കാരി വെച്ചേക്കാം, ഇവളിനി വീട്ടിൽ വേണ്ട. ഡി മര്യാദയ്ക്ക് നിന്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ അലീന ആകെ തകർന്ന് നിൽക്കായിട്ട് എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.